സമയം രാത്രി 10:30 കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെ വലിയ ക്ലോക്കിലെ സൂചികൾ മടിയോടെ നീങ്ങിക്കൊണ്ടിരുന്നു. നഗരത്തിൻ്റെ പകൽച്ചൂട് മാറി. ഒരു തണുത്ത കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ടെങ്കിലും സ്റ്റാൻഡിനുള്ളിലെ തിരക്കിന് കുറവൊന്നുമില്ല. അനൗൺസ്മെൻറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കുള്ള സൂപ്പർഫാസ്റ്റ് ബസ് 14-ാം നമ്പർ ട്രാക്കിൽ നിന്നും ഉടൻ പുറപ്പെടുന്നതാണ്. ഹരീഷ് ഫോണിൽ നിന്ന് മുഖമുയർത്തി. അത് തൻ്റെ ബസ്സാണ്. എന്നും പോകുന്ന അതേ സമയം, അതേ റൂട്ട്. വെള്ളിയാഴ്ചകളിലെ ഈ യാത്ര കഴിഞ്ഞ 3 വർഷമായി ഹരീഷിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾക്കും അവിടുത്തെ രാഷ്ട്രീയ ചർച്ചകൾക്കുമപ്പുറം കോഴിക്കോട്ടേക്കുള്ള ഈ യാത്രയാണ് അയാൾക്ക് ശരിക്കും ഒന്ന് ശ്വാസം വിടാനുള്ള അവസരം നൽകുന്നത്. തോളിലെ ലാപ്ടോപ്പ് ബാഗിന് അല്പം ഭാരമുണ്ടെന്ന് തോന്നി. അത് ശരിയാക്കി കയ്യിലിരുന്ന വെള്ളക്കുപ്പി ബാഗിൻ്റെ വശത്തെ പോക്കറ്റിൽ തിരുകി അയാൾ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. അത്യാവശ്യം തിരക്കുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നാട്ടിൽ പോകുന്നവരാണ് അധികവും. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, കച്ചവടക്കാർ എല്ലാവരുടെയും മുഖത്ത് ആഴ്ച അവസാനത്തിൻ്റെ ക്ഷീണവും വീട്ടിലെത്താനുള്ള തിടുക്കവും കാണാം. ഹരീഷ് റിസർവേഷൻ ചാർട്ട് നോക്കിയില്ല. സീറ്റ് നമ്പർ 14 വിൻഡോ സീറ്റാണ്. അതയാൾക്ക് മനപ്പാടമാണ്. ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങുന്ന ദിവസം തന്നെ കൃത്യമായി ബുക്ക് ചെയ്യുന്ന സീറ്റാണത്. ടയറിൻ്റെ മുകളിലല്ല, എന്നാൽ വല്ലാതെ പുറകിലുമല്ല. തിരക്കേറിയ റോഡിലെ കാഴ്ചകൾ കണ്ട് കാറ്റുകൊണ്ട് ഉറങ്ങാൻ പറ്റിയ സ്ഥലം. ബസ് സ്റ്റാൻഡിലെ മഞ്ഞ വെളിച്ചത്തിൽ KSRTC ബസ്സുകൾ ഒരുതരം ഗൃഹാതുരത്വമുണർത്തുന്ന ആനകളെപ്പോലെ നിരന്നു കിടക്കുന്നു. എഞ്ചിനിറമ്പുന്ന ശബ്ദം, ഡീസലിൻ്റെ രൂക്ഷമായ ഗന്ധം, ഇടയ്ക്കിടെ ചലിക്കുന്ന കണ്ടക്ടർമാരുടെ വിസിലുകൾ, ഇതൊക്കെ ഹരീഷിന് പരിചിതമാണ്. ബസ്സിൽ കയറി സീറ്റിലിരുന്നപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി. വിൻഡോ ഗ്ലാസ് പകുതി താഴ്ത്തിയിട്ടു. പുറത്ത് കടല വറുക്കുന്ന മണം വരുന്നുണ്ട്. അരികിലൂടെ ഒരു ലോട്ടറി കച്ചവടക്കാരൻ നാളെ നറുക്കെടുക്കുന്ന എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് നടന്നുപോയി. ഹരീഷ് ബസ്സിലെ മറ്റ് യാത്രക്കാരെ ഒന്ന് കണ്ണോടിച്ചു. തൻ്റെ സീറ്റിന് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. ചെവിയിൽ വലിയ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. മടിയിലൊരു ബാഗ് കെട്ടിപ്പിടിച്ചിരിപ്പാണ്. ലോകം മുഴുവൻ മറന്ന് പാട്ടിൽ മുഴുകിയിരിക്കുന്നു. മുന്നിലെ സീറ്റിൽ ഒരു സ്ത്രീയും അവരുടെ മകളുമാണ്. കുട്ടി ജനലിലൂടെ പുറത്തേക്ക് എത്തി നോക്കുന്നുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് നോക്കിയപ്പോൾ സ്ഥിരം കാണാറുള്ള ഡ്രൈവറല്ല എന്ന് മനസ്സിലായി. അല്പം പ്രായമുള്ള കഷണ്ടി കയറിയ ഒരാളാണ്. സ്റ്റിയറിങ്ങിലൊരു തോർത്ത് ചുറ്റിപ്പിടിച്ച് അയാൾ കണ്ണാടികൾ ക്രമീകരിക്കുന്നു. കണ്ടക്ടർ ബെല്ലടിച്ചു. ഡബിൾ ബെൽ. വണ്ടി പതുക്കെ നീങ്ങിത്തുടങ്ങി. തമ്പാനൂരിൻ്റെ തിരക്കിൽ നിന്ന് ബസ് മെല്ലെ പുറത്തേക്കിറങ്ങി. നഗരത്തിൻ്റെ വെളിച്ചങ്ങൾ പിന്നിലേക്ക് മാഞ്ഞു തുടങ്ങി. ഹരീഷ് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. ഒരാഴ്ചത്തെ ക്ഷീണം ശരീരത്തെ ബാധിച്ചു തുടങ്ങിയിരുന്നു. ഇനി കുറഞ്ഞത് 8 മണിക്കൂർ. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, ഈ ജില്ലകളിലൂടെയുള്ള രാത്രി സഞ്ചാരം. ബസ് കഴക്കൂട്ടം ബൈപ്പാസിലേക്ക് കയറിയതോടെ വേഗത കൂടി. തുറന്ന ജനലിലൂടെ തണുത്ത കാറ്റ് മുഖത്തടിച്ചു. ആ കാറ്റിന് ഒരു പ്രത്യേക സുഖമുണ്ട്. ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ പ്രേരിപ്പിക്കുന്ന സുഖം. ഹരീഷ് ഫോൺ സൈലൻറ്റ് മോഡിലാക്കി പോക്കറ്റിലിട്ടു. യാത്രകൾ എപ്പോഴും ഒറ്റയ്ക്കാണ്. അതിൽ പരാതിയൊന്നുമില്ല. സത്യത്തിൽ ഈ ഏകാന്തത അയാൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആരുമായും സംസാരിക്കേണ്ട, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, വെറും കാഴ്ചക്കാരൻ മാത്രം. റോഡിലെ തെരുവുവിളക്കുകൾ മിന്നിമറയുന്നത് അയാൾ നോക്കിയിരുന്നു. കൊല്ലം എത്തിയപ്പോഴേക്കും ബസ് പാതി നിറഞ്ഞിരുന്നു. അവിടെ നിന്നാണ് കുറച്ചുകൂടി ആളുകൾ കയറിയത്. ബസ് സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയപ്പോൾ ഹരീഷ് ഒന്ന് എഴുന്നേറ്റു. പുറത്തിറങ്ങി ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിച്ചു. പക്ഷേ വേണ്ടെന്ന് വെച്ചു. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ ചായ കുടിച്ചാൽ ഉറക്കം പോകും. സമയം രാത്രി 12 മണിയോടടുക്കുന്നു. ബസ് കൊല്ലം വിട്ട് ആലപ്പുഴയുടെ അതിർത്തിയിലേക്ക് കടക്കുകയാണ്. ദേശീയപാതയിൽ വണ്ടികൾ കുറവാണ്. എതിരെ വരുന്ന ലോറികളുടെ ഹെഡ്ലൈറ്റുകൾ കണ്ണിന് അസ്വസ്ഥതയുണ്ടാക്കിയപ്പോൾ ഹരീഷ് ജനൽ ഷട്ടർ താഴ്ത്തി. ഗ്ലാസിൽ നെറ്റി ചേർത്ത് വെച്ച് അയാൾ ഉറങ്ങാൻ ശ്രമിച്ചു. ഈ യാത്രയിൽ അസ്വാഭാവികമായി ഒന്നുമില്ലായിരുന്നു ഇതുവരെ. ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വണ്ടി എത്തുമ്പോൾ സമയം 12:45. ബസ് സ്റ്റാൻഡ് ഏകദേശം വിജനമാണ്. ചില കടകൾ മാത്രം പാതി ഷട്ടറിട്ട് തുറന്നിരിപ്പുണ്ട്. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന പഴക്കുലകളും ചിപ്സ് പാക്കറ്റുകളും മങ്ങിയ വെളിച്ചത്തിൽ കാണാം. 10 മിനിറ്റ് ബ്രേക്ക്. കണ്ടക്ടർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. യാത്രക്കാർ പലരും എഴുന്നേറ്റു. ചിലർ മൂത്രമൊഴിക്കാനും
മറ്റു ചിലർ ചായ കുടിക്കാനും പുറത്തിറങ്ങി. ഹരീഷിന് വല്ലാത്ത ദാഹം തോന്നി. കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ വെള്ളം തീർന്നിരിക്കുന്നു. അയാൾ ബസ്സിൽ നിന്നിറങ്ങി. കാലുകളൊന്ന് നിവർത്തി. നല്ല തണുപ്പുണ്ട്. അന്തരീക്ഷത്തിൽ കടലിൻ്റെ ഉപ്പുരസം കലർന്ന കാറ്റ്. അടുത്തെങ്ങും കടകൾ തുറന്നിട്ടില്ലാത്തതുകൊണ്ട് സ്റ്റാൻഡിലെ വാട്ടർ കൂളറിൽ നിന്ന് വെള്ളം നിറയ്ക്കാൻ അയാൾ തീരുമാനിച്ചു. ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുമ്പോൾ അയാൾ വെറുതെ ബസ്സിലേക്ക് നോക്കി. ഡ്രൈവർ സ്റ്റിയറിങ്ങിന് മുകളിൽ തലവെച്ച് മയങ്ങുകയാണ്. വെള്ളം നിറച്ച് തിരികെ നടക്കുമ്പോഴാണ് ഹരീഷ് ആ കാഴ്ച കണ്ടത്. സ്റ്റാൻഡിൻ്റെ ഇരുണ്ട മൂലയിൽ നിന്ന് ഒരാൾ നടന്നു വരുന്നു. വെളിച്ചമില്ലാത്ത ഭാഗത്തു നിന്നാണ് വരവ്. ഏകദേശം 50 വയസ്സ് തോന്നിക്കും. മുഷിഞ്ഞതെന്നോ വൃത്തിയുള്ളതെന്നോ പറയാൻ കഴിയാത്ത ഒരു വെള്ള ഷർട്ട്, കറുത്ത പാൻസ്, കയ്യിൽ പഴയൊരു തുകൽ ബാഗ്. അയാളുടെ നടത്തത്തിനൊരു പ്രത്യേകതയുണ്ട്. ധൃതിയില്ല, എന്നാൽ സാവധാനവുമല്ല. ഒരു യന്ത്രം ചലിക്കുന്നത് പോലെ കൃത്യമായ ചുവടുകൾ. അയാൾ നേരെ ഹരീഷിൻ്റെ ബസ്സിലേക്കാണ് കയറിയത്. ഹരീഷ് അയാളുടെ തൊട്ടു പിന്നാലെ ബസ്സിൽ കയറി. ബസ്സിനുള്ളിലെ വെളിച്ചം അണച്ചിരിക്കുകയായിരുന്നു. നീല നിറത്തിലുള്ള നൈറ്റ് ലാമ്പ് മാത്രം തെളിഞ്ഞു നിൽക്കുന്നു. ആ മങ്ങിയ വെളിച്ചത്തിൽ ഹരീഷ് അയാളെ ശ്രദ്ധിച്ചു. അയാൾ ആരെയും നോക്കുന്നില്ല, ഒന്നും തിരയുന്നില്ല. അയാൾ നേരെ നടന്നു. ഹരീഷിൻ്റെ സീറ്റിന് കൃത്യം 2 വരി മുന്നിലായി. ഇടതുവശത്തെ വിൻഡോ സീറ്റിൽ, സീറ്റ് നമ്പർ 8-ൽ അയാൾ ഇരുന്നു. ബാഗ് മടിയിൽ വെച്ചു. 2 കൈകളും അതിനു മുകളിൽ വെച്ചു. പിന്നെ അനങ്ങിയില്ല. ഹരീഷ് തൻ്റെ സീറ്റ് നമ്പർ 14-ൽ വന്നിരുന്നു. എന്തുകൊണ്ടോ ആ മനുഷ്യൻ്റെ സാന്നിധ്യം ഹരീഷിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അയാൾക്ക് വിചിത്രമായ രൂപമൊന്നുമില്ല, ഭയപ്പെടുത്തുന്ന ഒന്നുമില്ല. പക്ഷേ ഒരു ഒഴിഞ്ഞ മുറിയിൽ പെട്ടെന്നൊരു നിഴൽ കണ്ടാലുണ്ടാകുന്ന ഒരു തരം ഞെട്ടൽ. ഒരുപക്ഷെ എൻ്റെ തോന്നലാകും, ഹരീഷ് സ്വയം പറഞ്ഞു. രാത്രിയല്ലേ, ഉറക്കക്ഷീണം കൊണ്ട് ഓരോന്ന് തോന്നുന്നതാകും. കണ്ടക്ടർ തിരിച്ചെത്തി. വിസിൽ മുഴങ്ങി. ഡ്രൈവർ ഉണർന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ബസ് ആലപ്പുഴ വിട്ടു. കണ്ടക്ടർ ടിക്കറ്റ് മെഷീനും എടുത്ത് മുന്നോട്ട് നടന്നു. പുതുതായി കയറിയ യാത്രക്കാരുടെ ടിക്കറ്റ് എടുക്കാനാണ്. അയാൾ ആ മനുഷ്യൻ്റെ അടുത്തെത്തി. എവിടേക്കാ? കണ്ടക്ടർ ചോദിച്ചു. ആ മനുഷ്യൻ മറുപടി പറഞ്ഞത് ഹരീഷ് കേട്ടില്ല. ശബ്ദം വളരെ പതുക്കെയായിരുന്നു. കണ്ടക്ടർ ടിക്കറ്റ് പ്രിൻ്റ് ചെയ്തു കൊടുത്തു. അയാളത് വാങ്ങി പോക്കറ്റിലിട്ടു. പണം കൊടുത്തോ? ഹരീഷ് ശ്രദ്ധിച്ചില്ല. ഒരു പക്ഷേ പാസ്സായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാകും. ഹരീഷ് വീണ്ടും ജനലിലേക്ക് തിരിഞ്ഞു. പക്ഷേ മനസ്സ് മുഴുവൻ ആ 2 വരി മുന്നിലിരിക്കുന്ന മനുഷ്യനിലായിരുന്നു. അയാൾ ഒന്നുപോലും തിരയുന്നില്ല, തല ചലിപ്പിക്കുന്നില്ല. വണ്ടി കുഴികളിൽ വീഴുമ്പോൾ പോലും അയാളുടെ ശരീരം കുലുങ്ങുന്നില്ല. ഇരുട്ടിലൊരു പ്രതിമ പോലെ അയാൾ ഇരിക്കുന്നു. ചേർത്തല കഴിഞ്ഞു. റോഡ് വിജനമാണ്. ഹരീഷിന് വീണ്ടും ഉറക്കം വന്നു തുടങ്ങി. കണ്ണുകൾ അടഞ്ഞു പോകുന്നതിനിടയിലും ഇടയ്ക്കിടെ അയാൾ മുന്നോട്ട് നോക്കി. ആ വെളുത്ത ഷർട്ട് അവിടെ തന്നെയുണ്ട്, അനക്കമില്ലാതെ. എറണാകുളം എത്താറായപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. റോഡിൻ്റെ പണി നടക്കുന്നത് കാരണം വണ്ടികൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഹരീഷ് സമയം നോക്കി. 2:15. പ്രതീക്ഷിച്ചതിലും വൈകിയിരിക്കുന്നു. വൈറ്റില മൊബിലിറ്റി ഹബിലേക്ക് ബസ് കയറി. അവിടെ അധികം ആളുകൾ ഇറങ്ങാറില്ല. വണ്ടി നിർത്തി. വൈറ്റില, എറണാകുളം, കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു. 2 വരി മുന്നിലിരുന്ന ആ മനുഷ്യൻ എഴുന്നേറ്റു. അയാൾ ബാഗ് തോളിലിട്ടു. മെല്ലെ നടന്ന് മുൻവാതിലിലൂടെ പുറത്തിറങ്ങി. ഹരീഷ് അയാൾ ഇറങ്ങുന്നത് വ്യക്തമായി കണ്ടതാണ്. ഹബിലെ ശോഭയുള്ള ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ വെളുത്ത ഷർട്ടും തുകൽ ബാഗും ഹരീഷ് കണ്ടു. അയാൾ ബസ്സിൽ നിന്നിറങ്ങി പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് ഇരുട്ടിലേക്ക് മറഞ്ഞു. അയാളുടെ നടത്തം അപ്പോഴും യാന്ത്രികമായിരുന്നു. അപ്പോൾ അയാൾ എറണാകുളത്ത് ഇറങ്ങാനുള്ളതായിരുന്നു. ഹരീഷ് ചിന്തിച്ചു. വെറുതെ ഓരോന്ന് ആലോചിച്ച് കാട് കയറി. അയാൾ ഇറങ്ങിയതോടെ ആ സീറ്റ് നമ്പർ 8 ഒഴിവായി. ഹരീഷിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. നെഞ്ചിലുണ്ടായിരുന്നൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. ആ സീറ്റിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ പേടിയൊന്നും തോന്നുന്നില്ല. വെറുമൊരു ഒഴിഞ്ഞ സീറ്റ്. ബസ് വീണ്ടും യാത്ര തുടർന്നു. എറണാകുളം നഗരം പിന്നിട്ടു. ആലുവയും അങ്കമാലിയും കഴിഞ്ഞു. ഹരീഷ് നല്ല ഉറക്കത്തിലേക്ക് വീണു. തല ജനലിൽ മുട്ടിയിട്ടും അയാൾ അറിഞ്ഞില്ല. ബസ്സിൻ്റെ താളത്തിനൊത്ത് അയാളുടെ മനസ്സും ശാന്തമായി. എപ്പോഴാണ് ഉണർന്നതെന്ന് ഹരീഷിന് ഓർമ്മയില്ല. വണ്ടി പെട്ടെന്ന് വെട്ടിത്തിരിച്ചപ്പോൾ തല മുന്നിലെ സീറ്റിൽ പോയി ഇടിച്ചു. ആ ആഘാതത്തിലാണ് അയാൾ ഞെട്ടിയുണർന്നത്. പുറത്ത് നല്ല ഇരുട്ടാണ്. സ്ഥലപ്പേരുകൾ വായിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ടാകും.
പാലിയേക്കര ടോൾ പ്ലാസ കഴിഞ്ഞതിൻ്റെ സൂചനകൾ റോഡിൽ കാണാം. ഹരീഷ് ഒന്ന് നടുനിവർത്തി. കഴുത്തിന് നല്ല വേദനയുണ്ട്. ഉറക്കത്തിൻ്റെ ആലസ്യം മാറാൻ അയാൾ മുഖം അമർത്തി തുടച്ചു. എന്നിട്ട് വെറുതെ ബസ്സിനുള്ളിലേക്ക് നോക്കി. അയാളുടെ രക്തം മരവിച്ചു പോയ നിമിഷമായിരുന്നു അത്. 2 വരി മുന്നിൽ നമ്പർ 8 സീറ്റിൽ ആ മനുഷ്യനിരിക്കുന്നു. ഹരീഷ് കണ്ണുകൾ ഇറുക്കിയടച്ചു. വീണ്ടും തുറന്നു. അതെ, സംശയമില്ല. അതേ വെള്ള ഷർട്ട്, അതേ ഇരിപ്പ്. ജനലിൻ്റെ സൈഡിൽ തല ചായ്ച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ഇല്ല, ഇത് സാധ്യമല്ല, ഹരീഷ് മന്ത്രിച്ചു. അയാൾ വൈറ്റിലയിൽ ഇറങ്ങിയതാണ്. ഞാൻ കണ്ടതാണ്. ഹരീഷ് ചുറ്റും നോക്കി. തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പയ്യൻ ഇപ്പോഴും പാട്ട് കേട്ട് ഉറങ്ങുകയാണ്. മുന്നിലെ സീറ്റിലെ സ്ത്രീയും കുട്ടിയും ഉറക്കത്തിലാണ്. ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം വിട്ട ശേഷം ബസ് എവിടെയെങ്കിലും നിർത്തിയോ? ചാലക്കുടിയിലോ അങ്കമാലിയിലോ നിർത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഇറങ്ങിപ്പോയ ഒരാളെങ്ങനെ വീണ്ടും അതേ ബസ്സിൽ കയറും? അതും കിലോമീറ്ററുകൾക്കിപ്പുറം. ഒരുപക്ഷെ അയാൾക്ക് വേറെ വല്ല വണ്ടിയും കിട്ടിക്കാണും. ഇതിൽ തന്നെ കയറാൻ തീരുമാനിച്ചു കാണും. ഹരീഷ് യുക്തി കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ അയാളുടെ മനസ്സ് തയ്യാറായില്ല. കാരണം വൈറ്റിലയിൽ ഇറങ്ങിയപ്പോൾ അയാൾ നടന്നുപോയ ദിശ ഹരീഷിന് ഓർമ്മയുണ്ട്. അയാൾ സ്റ്റാൻഡിൻ്റെ പുറത്തേക്കാണ് പോയത്. പിന്നെങ്ങനെ ഈ ബസ്സിനേക്കാൾ വേഗത്തിൽ ഇവിടെ എത്തും? ഹരീഷ് ആ സീറ്റിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. ആ മനുഷ്യൻ അനങ്ങുന്നില്ല. ശ്വാസം വിടുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. ബസ് വഴിവിളക്കുകളുടെ താഴെ കൂടി പോകുമ്പോൾ നിഴലുകൾ അയാളുടെ വെളുത്ത ഷർട്ടിൽ വീണു മാറിപ്പോകുന്നു. ഹരീഷ് മെല്ലെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. ഉറങ്ങുന്ന യാത്രക്കാർക്കിടയിലൂടെ വേച്ചു നടന്ന് കണ്ടക്ടറുടെ സീറ്റിനടുത്തെത്തി. ബസ്സിൻ്റെ പിൻഭാഗത്താണ് കണ്ടക്ടർ ഇരിക്കുന്നത്. അയാൾ ടിക്കറ്റ് റാക്ക് മടിയിൽ വെച്ച് ഉറക്കമാണ്. ഹരീഷ് അയാളെ തട്ടി വിളിച്ചു. ചേട്ടാ. കണ്ടക്ടർ ഞെട്ടി ഉണർന്നു. എന്താ, എറണാകുളം കഴിഞ്ഞു, ഇനി തൃശ്ശൂർ? അതല്ല ചേട്ടാ, ഹരീഷ് ശബ്ദം താഴ്ത്തി ചോദിച്ചു. ആ മുന്നിലിരിക്കുന്ന ആൾ, ആ വെള്ള ഷർട്ടിട്ട ആ ആൾ, അയാൾ എവിടുന്നാ കയറിയത്? കണ്ടക്ടർ കണ്ണു തിരുമ്മി മുന്നോട്ട് നോക്കി. ഇരുട്ടിൽ ആ രൂപം അവ്യക്തമായി കാണാം. അതോ, അത് ആലപ്പുഴയിൽ നിന്ന് കയറിയതല്ലേ? അല്ല. ഹരീഷിൻ്റെ തൊണ്ട വരണ്ടു. അയാൾ വൈറ്റിലയിൽ ഇറങ്ങിയില്ലേ? ഞാൻ കണ്ടതാണ്. കണ്ടക്ടർ ഹരീഷിനെ ഒന്ന് രൂക്ഷമായി നോക്കി. ഉറക്കം കളഞ്ഞതിൻ്റെ ദേഷ്യം അയാളുടെ മുഖത്തുണ്ട്. ഇറങ്ങിയോ? ഇല്ലല്ലോ. ആ സീറ്റിലെ ടിക്കറ്റ് കോഴിക്കോട്ടേക്കാ. അയാൾ ഇറങ്ങിയിട്ടില്ല. തനിക്കുറക്കത്തിൽ തോന്നിയതാകും. അല്ല ചേട്ടാ, ഞാൻ ഉറപ്പായിട്ടും. പോയി കിടന്നുറങ്ങാൻ നോക്ക് സാറേ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമല്ലേ. കണ്ടക്ടർ വീണ്ടും സീറ്റിലേക്ക് ചാരി കണ്ണടച്ചു. ഹരീഷ് സ്തംഭിച്ച് നിന്നുപോയി. താൻ കണ്ടത് തെറ്റാണോ? അതോ കണ്ടക്ടർ ശ്രദ്ധിക്കാത്തതാണോ? അതോ ഇനി അയാൾ പറഞ്ഞതുപോലെ താൻ സ്വപ്നം കണ്ടതാകുമോ? അയാൾ തിരികെ സീറ്റിലേക്ക് നടന്നു. ആ 8-ാം നമ്പർ സീറ്റിനരികിലൂടെ പോകുമ്പോൾ അയാളൊന്ന് പാളി നോക്കി. ആ മനുഷ്യൻ്റെ മുഖം ജനലിലെ ഗ്ലാസിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അടഞ്ഞ കണ്ണുകൾ, വിളറിയ മുഖം. പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതല്ലായിരുന്നു. അയാളുടെ മടിയിലിരുന്ന തുകൽ ബാഗിൻ്റെ സിബ് തുറന്നാണ് ഇരുന്നത്. അതിനുള്ളിൽ വസ്ത്രങ്ങളോ സാധനങ്ങളോ ഒന്നുമില്ലായിരുന്നു. അത് നിറയെ വെള്ളമായിരുന്നു. കലങ്ങിയ ചെളി നിറഞ്ഞ വെള്ളം. ബസ് കുലുങ്ങുമ്പോൾ ആ വെള്ളം തുളുമ്പുന്നുണ്ടായിരുന്നില്ല. അതവിടെ തന്നെ കെട്ടിക്കിടക്കുന്നു. ഹരീഷ് വേഗത്തിൽ നടന്ന് തൻ്റെ സീറ്റിലെത്തി. ഹൃദയം പടപടാ ഇടിക്കുന്നു. കൈകൾ വിറയ്ക്കുന്നു. അയാൾ ജനൽ ഷട്ടർ മുഴുവൻ തുറന്നിട്ടു. കാറ്റ് ശക്തിയായി മുഖത്തടിച്ചു. എനിക്ക് ഭ്രാന്താവുകയാണോ? അയാൾ ചിന്തിച്ചു. കുന്നംകുളം കഴിഞ്ഞു. റോഡിന് ഇരുവശവും ഇരുട്ട് കനത്തിരിക്കുന്നു. ഹരീഷിനി ഉറങ്ങാൻ തയ്യാറല്ലായിരുന്നു. കണ്ണ് ചിമ്മാതെ അയാൾ ആ മുന്നിലെ സീറ്റിലേക്ക് നോക്കിയിരുന്നു. ആ മനുഷ്യൻ അവിടെ തന്നെയുണ്ട്. കോഴിക്കോട് വരെ അയാൾ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഹരീഷിന് ഉറപ്പായിരുന്നു. സമയം പുലർച്ചെ 4 മണി. കോഴിക്കോട് അടുക്കാറായിരിക്കുന്നു. രാമനാട്ടുകര ബൈപ്പാസിലൂടെ ബസ് ചീറിപ്പായുകയാണ്. പുറത്ത് കോടമഞ്ഞ് വീണു തുടങ്ങിയിട്ടുണ്ട്. റോഡിലെ മഞ്ഞവരകൾ മഞ്ഞിനിടയിലൂടെ പാമ്പുകളെ പോലെ ഇഴയുന്നു. ഹരീഷ് കഴിഞ്ഞ 2 മണിക്കൂറായി അനങ്ങിയിട്ടില്ല. അയാളുടെ കണ്ണുകൾ ആ 8-ാം നമ്പർ സീറ്റിൽ തന്നെ തറഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്കെപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അയാൾ ആ തുകൽ ബാഗിനുള്ളിലായിരുന്നു. ചുറ്റും കലങ്ങിയ വെള്ളം. ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ മുകളിൽ നിന്ന് ആ വെളുത്ത ഷർട്ടിട്ട മനുഷ്യൻ നിർവികാരമായി തന്നെ നോക്കി നിൽക്കുന്നു. ഞെട്ടി ഉണർന്നപ്പോൾ ശരീരം വിയർത്തു കുളിച്ചിരുന്നു.
ബസ്സിലെ AC പോലത്തെ തണുത്ത കാറ്റിലും ഹരീഷ് വിയർക്കുകയായിരുന്നു. തൊട്ടടുത്തിരുന്ന പയ്യൻ എഴുന്നേറ്റിട്ടുണ്ട്. അവൻ ബാഗെടുത്ത് തയ്യാറെടുക്കുകയാണ്. ചേട്ടാ, കോഴിക്കോട് എത്താറായോ? അവൻ ചോദിച്ചു. ഹരീഷ് മറുപടി പറയാൻ ബുദ്ധിമുട്ടി. ആ അതെ. ചേട്ടാ, ആ മുന്നിലിരിക്കുന്ന ആൾ? ആ പയ്യൻ വിരൽ ചൂണ്ടി. അയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഹരീഷ് ഞെട്ടിത്തരിച്ചു. എന്തേ? അല്ല, കുറേ നേരമായി അയാൾ ആ ഇരിപ്പാണ്. ഒന്ന് അനങ്ങുന്ന പോലുമില്ല. അയാളുടെ സീറ്റിൻ്റെ താഴെ നോക്കിയേ. ഹരീഷ് സീറ്റിൻ്റെ അടിയിലേക്ക് നോക്കി. അവിടെ ബസ്സിൻ്റെ തറയിൽ ചെറിയൊരു നനവ് പടർന്നിരിക്കുന്നു. വെള്ളം ആ സീറ്റിൽ നിന്ന് ഊറി വരുന്നത് പോലെ. അത് സാവധാനം പിന്നിലേക്ക് ഹരീഷിൻ്റെ സീറ്റിന് നേരെ ഒഴുകി വരുന്നുണ്ട്. അത് AC-യിൽ നിന്ന് വെള്ളം വീഴുന്നതാകും, ഹരീഷ് പറഞ്ഞു. പക്ഷേ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നു. ഈ ബസ്സിൽ എവിടുന്നാ ചേട്ടാ AC? ജനലെല്ലാം തുറന്നിട്ടിരിക്കുകയല്ലേ? പയ്യൻ ചിരിച്ചു. ഹരീഷിന് മറുപടിയില്ലായിരുന്നു. ബസ് കോഴിക്കോട് KSRTC സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചു. കോഴിക്കോട് ലാസ്റ്റ് സ്റ്റോപ്പ്, കണ്ടക്ടർ വിളിച്ചു കൂവി. യാത്രക്കാർ എഴുന്നേറ്റ് തുടങ്ങി. ലഗേജുകൾ എടുക്കുന്ന തിരക്ക്. ഉന്തും തള്ളും. ഹരീഷ് ശ്രദ്ധിച്ചു. ആ മനുഷ്യൻ എഴുന്നേൽക്കുന്നില്ല. എല്ലാവരും ഇറങ്ങാൻ തിരക്കം കൂട്ടുമ്പോൾ അയാൾ മാത്രം തിരക്കില്ലാതെ ഇരിക്കുന്നു. ഹലോ, എറണാകുളം കഴിഞ്ഞു, സോറി, കോഴിക്കോടെത്തി. തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്ന ഒരാൾ ആ മനുഷ്യൻ്റെ തോളിൽ തട്ടി. അയാൾ മെല്ലെ തലയുയർത്തി. എന്നിട്ട് എഴുന്നേറ്റു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഹരീഷ് അയാളുടെ മുഖം വ്യക്തമായി കണ്ടു. സാധാരണ മുഖം, ഒരു പ്രത്യേകതയുമില്ല. പക്ഷേ കണ്ണുകൾ, ആ കണ്ണുകളിൽ കൃഷ്ണമണി ഉണ്ടായിരുന്നില്ല. വെറും വെള്ള നിറം മാത്രം. അല്ല, അത് ഹരീഷിൻ്റെ തോന്നലായിരുന്നു. അടുത്ത നിമിഷം അയാൾ സാധാരണ പോലെയായി. തോളിൽ തട്ടിയ ആളിനെ നോക്കിയൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു ജീവൻ്റെയും സ്പന്ദനമുണ്ടായിരുന്നില്ല. അയാൾ ബാഗും എടുത്ത് നടന്നു. ആ ബാഗിൽ നിന്ന് തുള്ളികളായി വെള്ളം ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. ഹരീഷ് അയാളുടെ പിന്നാലെ ഇറങ്ങാൻ മടിച്ചു. എല്ലാവരും ഇറങ്ങുന്നതുവരെ അയാൾ സീറ്റിൽ തന്നെയിരുന്നു. ഒടുവിൽ ബസ് കാലിയായപ്പോൾ അയാൾ എഴുന്നേറ്റു. 8-ാം നമ്പർ സീറ്റിനരികിലൂടെ പോകുമ്പോൾ അയാൾ ശ്വാസം പിടിച്ചു. സീറ്റ് ഉണങ്ങിയിരിക്കുന്നു. നനവില്ല, ചുളിവുകൾ പോലുമില്ല. ആരും ഇരിക്കാത്തതുപോലെ അത് വൃത്തിയായി കിടക്കുന്നു. ഹരീഷ് വേഗത്തിൽ ബസ്സിൽ നിന്നിറങ്ങി. കോഴിക്കോട് സ്റ്റാൻഡിലെ തിരക്കിലേക്ക് അയാൾ നടന്നു. വെളിച്ചം കണ്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി. ഓട്ടോറിക്ഷ പിടിക്കാനായി നടക്കുമ്പോൾ അയാൾ പോക്കറ്റിൽ കൈയിട്ടു, പേഴ്സ് എടുക്കാൻ. അപ്പോൾ അയാളുടെ വിരലുകൾ നനഞ്ഞ എന്തോ ഒന്നിൽ തട്ടി. പോക്കറ്റിൽ നിന്ന് കൈ പിൻവലിച്ചപ്പോൾ വിരലുകളിൽ പായലിൻ്റെയും ചെളിയുടെയും അംശമുണ്ടായിരുന്നു. കൂടാതെ വല്ലാത്തൊരു തണുപ്പും. ഹരീഷ് പരിഭ്രമത്തോടെ പോക്കറ്റ് കുടഞ്ഞു. അവിടെ വേറൊന്നുമില്ല. പേഴ്സ് സുരക്ഷിതമായിരിക്കുന്നു. പിന്നെ എവിടുന്നാണ് ഈ ചെളി വന്നത്? അയാൾ തിരിഞ്ഞു നോക്കി. സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ആ ബസ് പതിയെ ഡിപ്പോയിലേക്ക് കൊണ്ടുപോകാനായി ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ബസ്സിൻ്റെ പിൻഭാഗത്തെ ജനലിലേക്ക് അയാൾ നോക്കി. 8-ാം നമ്പർ സീറ്റിൽ ആരും ഇരിക്കുന്നില്ല. പക്ഷേ ആ ജനൽ ഗ്ലാസിൽ ഉള്ളിൽ നിന്ന് ആരോ കൈ അമർത്തി വെച്ച പോലെ ഒരു കൈപ്പത്തിയുടെ പാട് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. നീരാവി പിടിച്ച ആ പാട് ബസ് ദൂരേക്ക് പോകുന്തോറും മാഞ്ഞുപോയി. കോഴിക്കോട് നഗരത്തിലെ വെളിച്ചം വീണു തുടങ്ങിയ തെരുവുകളിലൂടെ ഓട്ടോറിക്ഷ പായുമ്പോഴും ഹരീഷിൻ്റെ മനസ്സ് ആ KSRTC ബസ്സിൻ്റെ 8-ാം നമ്പർ സീറ്റിലായിരുന്നു. ഓട്ടോയുടെ പിൻസീറ്റിലിരുന്ന് അയാൾ ഇടയ്ക്കിടെ കൈവിരലുകൾ മണത്തു നോക്കി. ആ ചെളിയുടെ മണം, അടുത്തട്ടിലെ ചേറിൻ്റെ മണം, സോപ്പിട്ട് കഴുകിയാൽ പോലും പോകാത്ത ഒരു തരം ഗന്ധം. വീടിൻ്റെ ഗേറ്റ് തുറന്ന മുറ്റത്തേക്ക് കയറുമ്പോൾ സമയം രാവിലെ 6 മണി. അമ്മ ഉണർന്നിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ തട്ടുന്ന ശബ്ദവും റേഡിയോയിൽ നിന്നൊഴുകി വരുന്ന ഭക്തിഗാനവും കേൾക്കാം. സാധാരണഗതിയിൽ ഈ ശബ്ദങ്ങൾ ഹരീഷിന് വലിയ ആശ്വാസം നൽകാറുള്ളതാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് അമ്മയുടെ സുരക്ഷിതത്വത്തിലേക്കുള്ള മടങ്ങിവരവ്. പക്ഷേ ഇന്ന് ആ വീട് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു അപരിചിതത്വം തോന്നി. ജനലുകൾ കണ്ണുകൾ പോലെ തന്നെ തുറിച്ചു നോക്കുന്നത് പോലെ. എത്തിയോ മോനെ? ഉമ്മറവാതിൽ തുറന്ന് അമ്മ വന്നു. കയ്യിൽ കാപ്പിയുണ്ട്. ആ, ബസ് കുറച്ച് ലേറ്റായിരുന്നു. ഹരീഷ് ചെരുപ്പുകൾ ഊരിയിട്ട് അകത്തേക്ക് കയറി. എന്താടാ മുഖത്തൊരു വല്ലായ്മ, ഉറങ്ങിയില്ലേ? അമ്മയുടെ ചോദ്യം ഹരീഷിനെ ഒന്ന് പിടിച്ചുലച്ചു. ഒന്നുമില്ലമ്മേ, AC-യുടെ തണുപ്പ് കൊണ്ട് തലവേദന പോലെ, അയാൾ കള്ളം പറഞ്ഞു. ഹരീഷ് നേരെ തൻ്റെ മുറിയിലേക്ക് നടന്നു.
ബാഗ് മേശപ്പുറത്ത് വെച്ചു. അത് വയ്ക്കുമ്പോൾ മേശപ്പുറത്ത് ഒരു ചെറിയ നനവ് പടരുന്നത് അയാൾ കണ്ടു. ബാഗിൻ്റെ അടിഭാഗം നനഞ്ഞിരിക്കുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെങ്ങനെ? അയാൾ ബാഗ് തുറന്ന് ലാപ്ടോപ്പും ചാർജറും പുറത്തെടുത്തു. അവയ്ക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ബാഗിൻ്റെ ഉൾവശത്തെ ലൈനിങ്ങിൽ തൊട്ടപ്പോൾ തണുപ്പ് അനുഭവപ്പെട്ടു. അയാൾ വേഗം കുളിക്കാൻ കയറി. ഷവറിന് കീഴിൽ നിൽക്കുമ്പോഴും ആ ബസ്സിലെ കാഴ്ചകൾ മനസ്സിൽ തെളിഞ്ഞു. എറണാകുളത്തിറങ്ങിപ്പോയ ആ ആൾ വീണ്ടും എങ്ങനെ കയറി? ആ സീറ്റിലെ വെള്ളം, പോക്കറ്റിലെ ചെളി, സോപ്പ് ദേഹത്ത് തേക്കുമ്പോൾ അയാൾക്ക് വീണ്ടും ആ മണം അനുഭവപ്പെട്ടു. അത് തൻ്റെ ശരീരത്തിൽ നിന്നാണോ അതോ കുളിമുറിയിലെ വെള്ളത്തിൽ നിന്നാണോ? അയാൾ ഭ്രാന്തനെപ്പോലെ ദേഹം ഉരച്ചു കഴുകി. ടാപ്പിലെ വെള്ളത്തിന് ഉപ്പുരസമുണ്ടോ എന്ന് സംശയം തോന്നി. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും ആ മണം അയാളുടെ മൂക്കിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഹരീഷ് മൗനത്തിലായിരുന്നു. പുട്ടും കടലക്കറിയും മുന്നിലിരുന്ന് തണുത്തു. "നീ എന്താ ഒന്നും കഴിക്കാത്തത്?" അമ്മ ചോദിച്ചു. "വിശപ്പില്ലമ്മേ." അയാൾ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി. അലക്കാനിട്ട പാൻറ്റിൽ നിന്ന് പേഴ്സ് എടുക്കാൻ മറന്നിരുന്നു. അയാളതെടുക്കാനായി അലക്കുകുട്ടയുടെ അടുത്തേക്ക് പോയി. പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തു. അത് സുരക്ഷിതമാണ്, നനഞ്ഞിട്ടില്ല. പക്ഷേ പേഴ്സ് എടുത്തപ്പോൾ അതിനൊപ്പം നനഞ്ഞ ഒരു കടലാസ് കഷ്ണം കൂടി താഴെ വീണു. ഹരീഷ് അത് കുനിഞ്ഞെടുത്തു. അതൊരു KSRTC ടിക്കറ്റായിരുന്നു. ഇന്നലത്തെ യാത്രയുടെ ടിക്കറ്റല്ല, പഴയതാണ്. തെർമൽ പ്രിൻ്ററിലെ മഷി മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കടലാസ് വെള്ളത്തിൽ കുതിർന്ന് ചീയാറായ അവസ്ഥയിലാണ്. ഹരീഷ് അത് സൂക്ഷിച്ചു നോക്കി. ആലപ്പുഴ, തോട്ടപ്പള്ളി. തീയതി വ്യക്തമല്ല, പക്ഷേ സമയം 00:45. ഹരീഷിൻ്റെ കൈകൾ വിറച്ചു. ഇന്നലെ രാത്രി ആ മനുഷ്യൻ ബസ്സിൽ കയറിയ സമയം. താൻ ടിക്കറ്റ് എടുത്തിരുന്നു. അത് തൻ്റെ പേഴ്സിനുള്ളിലുണ്ട്. കോഴിക്കോട്ടേക്കുള്ള ടിക്കറ്റ്. പിന്നെ ഈ ടിക്കറ്റ് എവിടെ നിന്ന് വന്നു? തൻ്റെ പോക്കറ്റിൽ ആരും ഒന്നും ഇട്ടിട്ടില്ല. ആ മനുഷ്യൻ തൻ്റെ അടുത്തേക്ക് വന്നിട്ടുമില്ല. പിന്നെങ്ങനെ? അയാൾ ആ ടിക്കറ്റ് ജനലിലൂടെ പുറത്തേക്ക് കളയാൻ ഒരുങ്ങി. പക്ഷെ എന്തോ ഒന്ന് അയാളെ തടഞ്ഞു. അത് കളഞ്ഞാൽ ഇതൊന്നും തൻ്റെ തോന്നലായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയില്ല. അയാൾ ടിക്കറ്റ് എടുത്ത് മേശപ്പുറത്തെ ഒരു പഴയ ഡയറിക്കുള്ളിൽ വെച്ചു. ഡയറി അടച്ചപ്പോൾ അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് ഊറി വന്നു. ഉച്ചയൂണിന് ശേഷം ഹരീഷ് ഒന്ന് മയങ്ങാൻ കിടന്നു. ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടെങ്കിലും മനസ്സ് ഉണർന്നിരുന്നു. മുറിയിലെ ഫാൻ കറങ്ങുന്ന ശബ്ദം, ഒരു താളം അതിനുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ശബ്ദം മാറി. അത് ബസ്സിൻ്റെ എൻജിൻ ശബ്ദമായി മാറി. ഹരീഷ് കണ്ണു തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ ശരീരം അനങ്ങുന്നില്ല. സ്ലീപ്പ് പാരാലിസിസ്. അയാൾ തൻ്റെ മുറിയിൽ തന്നെയാണ്. പക്ഷേ ചുറ്റും ഇരുട്ടാണ്. ജനലിൻ്റെ സ്ഥാനത്ത് ബസ്സിൻ്റെ ചതുരത്തിലുള്ള ജനലുകൾ, പുറത്ത് മിന്നിമറയുന്ന വഴിവിളക്കുകൾ. കട്ടിലിൻ്റെ കാൽക്കൽ ഒരാളിരിക്കുന്നു. വെളുത്ത ഷർട്ടിട്ട നനഞ്ഞൊട്ടിയ മുടിയുള്ള ആ മനുഷ്യൻ. അയാൾ ഹരീഷിനെ നോക്കുന്നില്ല. കയ്യിലുള്ള ടേപ്പ് റെക്കോർഡർ പോലെയുള്ള എന്തോ ഒന്നിൽ വിരലുകൾ കൊണ്ട് താളം പിടിക്കുന്നു. അയാളുടെ വായിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അത് തറയിലേക്ക് വീണ് കട്ടിലിനടിയിലേക്ക് പടരുന്നു. ടിക്കറ്റ്, അയാൾ പതുക്കെ പറഞ്ഞു. ശബ്ദത്തിന് വെള്ളത്തിനടിയിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയുള്ള മുഴക്കം. ടിക്കറ്റ് എവിടെ? ഹരീഷ് ഞെട്ടിയുണർന്നു. സമയം വൈകുന്നേരം 4 മണി. മുറിയിൽ വെളിച്ചമുണ്ട്. ഫാൻ പഴയതുപോലെ കറങ്ങുന്നു. അയാൾ ചാടി എഴുന്നേറ്റു. നെഞ്ച് കിതയ്ക്കുന്നുണ്ടായിരുന്നു. സ്വപ്നമാണെന്ന് ആശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാൽക്കൽ നോക്കിയപ്പോൾ കിടക്കവിരിയുടെ അറ്റത്ത് ചെറിയൊരു നനവ് വട്ടത്തിൽ പടരുന്നത് കണ്ടു. അമ്മ വാതിൽക്കൽ വന്നു വിളിച്ചു. ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ഹരീഷ് ആ നനഞ്ഞ ഭാഗം പുതപ്പുകൊണ്ട് മറച്ചു. വൈകുന്നേരം ഹരീഷ് പുറത്തിറങ്ങി. വീട്ടിലിരുന്നാൽ ശ്വാസം മുട്ടുന്നത് പോലെ. അടുത്തുള്ള കവലയിൽ ചെന്ന് സുഹൃത്തായ പ്രസാദിനെ കണ്ടു. പ്രസാദ് പോലീസിലാണ്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ. ചായക്കടയിലിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ ഹരീഷ് മെല്ലെ വിഷയം അവതരിപ്പിച്ചു. ഇടയിൽ KSRTC ബസ്സിലൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർ വല്ല മോഷണവും നടത്താറുണ്ടോ? അതായത് ടിക്കറ്റ് എടുക്കാതെ കയറുക, അല്ലെങ്കിൽ സീറ്റ് മാറിയിരിക്കുക. പ്രസാദ് ചിരിച്ചു. എന്താടാ, നിന്റെ ലാപ്ടോപ്പ് വല്ലതും പോയോ? ഇല്ല. ഇന്നലെ ഒരുത്തനെ കണ്ടു. വിചിത്രമായ പെരുമാറ്റം. ആലപ്പുഴയിൽ നിന്ന് കയറി എറണാകുളത്തിറങ്ങി. പിന്നെ നോക്കുമ്പോൾ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വണ്ടിയിൽ. പ്രസാദിൻ്റെ ചിരി മാഞ്ഞു. അവൻ ഹരീഷിനെ നോക്കി.
ഏതാ വണ്ടി? ആ വെള്ളിയാഴ്ചത്തെ നൈറ്റ് സൂപ്പർ ഫാസ്റ്റ് ആണോ? അതെ, നിനക്ക് എങ്ങനെ അറിയാം? പ്രസാദ് ചായ ഗ്ലാസ് താഴെ വെച്ചു. അതൊരു സ്ഥിരം പരാതിയാണ് ഹരീഷേ, പലരും പറഞ്ഞിട്ടുണ്ട്. കണ്ടക്ടർമാർക്ക് വരെ പേടിയാണ് ആ ട്രിപ്പ് പോകാൻ. ചിലർ പറയും അത് കഞ്ചാവ് ഡീംസ് ആണെന്ന്, ചിലർ പറയും അത് തോന്നലാണെന്ന്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഹരീഷ് ചോദിച്ചു. അല്ല, ഒരു 3 വർഷം മുമ്പ് നീ അന്ന് ബാംഗ്ലൂർ ആയിരുന്നില്ലേ? അന്ന് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയുടെ അടുത്ത് വെച്ച് ഒരു ബസ് അപകടം നടന്നിരുന്നു. രാത്രിയായിരുന്നു. നിയന്ത്രണം വിട്ട ഒരു കാർ ബസ്സിന് കുറുകെ ചാടി. വെട്ടിച്ച ബസ് കായലിലേക്ക് മറിഞ്ഞു. അധികം ആളുകളൊന്നും മരിച്ചില്ല. പക്ഷേ ഒരുത്തനെ മാത്രം കിട്ടിയില്ല. ഒരു മധ്യവയസ്കൻ, വെള്ള ഷർട്ടിട്ട ഒരാൾ. ഹരീഷിൻ്റെ തൊണ്ട വരണ്ടു. അയാളെ കിട്ടിയില്ലേ? ഇല്ല, ബോഡി കിട്ടിയില്ല. ബസ് ക്രെയിൻ വെച്ച് പൊക്കിയപ്പോൾ 8ാമത്തെ സീറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു പഴയ തുകൽ ബാഗ് കിട്ടിയിരുന്നു. അതിലാകെ ഉണ്ടായിരുന്നത് കുറേ പഴയ ലോട്ടറി ടിക്കറ്റുകളും കുറച്ച് നനഞ്ഞ തുണികളും മാത്രം. അയാളെ തിരിച്ചറിഞ്ഞില്ല. ആ ബാഗ് ഇപ്പോഴും എവിഡൻസ് റൂമിൽ എവിടെയോ ഉണ്ട്. പ്രസാദ് ഒന്ന് നിർത്തി, എന്നിട്ട് വീണ്ടും തുടർന്നു. പക്ഷെ അത് വെറും ആക്സിഡൻറ്റ്. നീ കണ്ടത് വല്ല കള്ളന്മാരെയുമാകും. നൈറ്റ് ബസ്സിൽ എന്തെല്ലാം നടക്കുന്നു? ഹരീഷ് മറുപടി പറഞ്ഞില്ല. പോക്കറ്റിൽ കിടക്കുന്ന ആ നനഞ്ഞ ടിക്കറ്റിൻ്റെ തണുപ്പ് അയാളുടെ തുടയിൽ അപ്പോൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പ്രസാദ് പറഞ്ഞത് സത്യമാണെങ്കിൽ താൻ കണ്ടത് വെറും ഒരു കള്ളനെയല്ല. യാത്ര പറഞ്ഞ് തിരികെ നടക്കുമ്പോൾ റോഡിലൂടെ പോകുന്ന ഓരോ വാഹനവും ഹരീഷിനെ ഭയപ്പെടുത്തി. ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു. വഴിവിളക്കുകൾ കണ്ണിറുക്കുന്നു. വീടിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ മുറ്റത്തെ ചെടിച്ചട്ടിയിലെ വെള്ളത്തിൽ ഒരു മുഖം തെളിയുന്നത് പോലെ അയാൾക്ക് തോന്നി. അത് തൻ്റെ മുഖമല്ലായിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഹരീഷ് നേരത്തെ കിടക്കാൻ തീരുമാനിച്ചു. മുറിയിലെ വെളിച്ചമണയ്ക്കാൻ അയാൾക്ക് പേടിയായിരുന്നു. ബെഡ് ലാമ്പ് ഇട്ടു. മേശപ്പുറത്തിരുന്ന ഡയറി അയാൾ തുറന്നു നോക്കി. അതിനുള്ളിൽ വെച്ചിരുന്ന ആ പഴയ ടിക്കറ്റ് അതിപ്പോൾ അവിടെയില്ല. പകരം ആ പേജിൽ വെള്ളം കൊണ്ടെഴുതിയതുപോലെ ചില അടയാളങ്ങൾ. കടലാസ് കുതിർന്ന് അക്ഷരങ്ങൾ മാഞ്ഞുപോയിരിക്കുന്നു. പക്ഷേ നനവ് പടർന്ന രീതി നോക്കിയാൽ അതൊരു മാപ്പ് പോലെ തോന്നും. കേരളത്തിൻ്റെ ഭൂപടം. അതിൽ ആലപ്പുഴ മുതൽ കോഴിക്കോട് വരെ നീളുന്ന ഒരു നേർത്ത നനഞ്ഞ വര. ആ വര അവസാനിക്കുന്നത് കോഴിക്കോട് സ്റ്റാൻഡിലല്ല. അത് നീണ്ട് ഹരീഷിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്താണ് അവസാനിച്ചിരിക്കുന്നത്. പുറത്ത് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ജനലുകൾ ശക്തിയായി അടഞ്ഞു. ഹരീഷ് ജനൽ കുറ്റിയിടാൻ ചെന്നു. ജനൽ കമ്പികളിൽ പിടിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി ആ കമ്പികൾക്ക് വല്ലാത്ത തണുപ്പുണ്ട്, ഐസ് പോലെ. അയാൾ പുറത്തേക്ക് നോക്കി. മുറ്റത്തെ മരങ്ങൾക്കിടയിൽ ഇരുട്ട് കനത്തിരിക്കുന്നു. ഗേറ്റിൻ്റെ അവിടെ വഴിവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരാൾ നിൽക്കുന്നു. വെള്ള ഷർട്ട്, കയ്യിലൊരു തുകൽ ബാഗ്. അയാൾ ഗേറ്റ് തുറന്നിട്ടില്ല. വെറുതെ പുറത്തുനിന്ന് വീടിനെ നോക്കി നിൽക്കുകയാണ്. അയാളുടെ ശരീരം മുഴുവൻ നനഞ്ഞിരിക്കുന്നു. മുടിയിൽ നിന്ന് വെള്ളം തുള്ളികളായി താഴേക്ക് വീഴുന്നു. ഹരീഷ് ശ്വാസമടക്കി പിടിച്ച് ജനൽ വലിച്ചടച്ചു. കർട്ടൻ വലിച്ചിട്ടു. ഇല്ല, ഇത് സത്യമല്ല. ഇതെല്ലാം എൻ്റെ തോന്നലാണ്. പ്രസാദ് പറഞ്ഞ കഥ കേട്ടപ്പോൾ ഉണ്ടായ പേടി. അയാൾ കട്ടിലിൽ വന്നിരുന്ന് കണ്ണുകൾ മുറുകി അടച്ചു. അപ്പോഴാണ് അയാൾ ആ ശബ്ദം കേട്ടത്. വീടിൻ്റെ സിറ്റൗട്ടിൽ നനഞ്ഞ പാദങ്ങൾ തറയിൽ പതിയുന്ന ശബ്ദം. ആ ശബ്ദം വാതിലിൻ്റെ അടുത്തേക്ക് വരുന്നു. കോളിംഗ് ബെല്ലടിക്കുന്നില്ല. വാതിലിൽ തട്ടുന്നുമില്ല. പകരം വാതിലിൻ്റെ വിടവിലൂടെ ഒരു തണുത്ത കാറ്റ് മുറിയിലേക്ക് കടന്നു വന്നു. ആ മുറി മുഴുവൻ ഇപ്പോൾ കായലിൻ്റെ മണമാണ്. ഹരീഷ് മൊബൈൽ ഫോൺ എടുത്തു. സമയം നോക്കി. 12:45. അയാൾ ബസ്സിൽ കയറിയ സമയം. ഫോണിൽ റേഞ്ചില്ല. വീട്ടിലെ വൈഫൈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നിന്നു. മുറിയിലെ വെളിച്ചമൊന്നു മിന്നി. പിന്നെ പൂർണ്ണമായും അണഞ്ഞു. ഇരുട്ടിൽ ഹരീഷ് കേട്ടു തൻ്റെ മുറിയുടെ വാതിലിൻ്റെ പിടി സാവധാനം താഴേക്ക് തിരിയുന്ന ശബ്ദം. അമ്മ തൊട്ടടുത്ത മുറിയിലുണ്ട്. പക്ഷേ ശബ്ദമുണ്ടാക്കാൻ ഹരീഷിന് കഴിയുന്നില്ല. തൊണ്ടയിൽ ചെളി നിറഞ്ഞതുപോലെ. വാതിൽ തുറന്നു. ആരും അകത്തേക്ക് വന്നില്ല. പക്ഷേ ഹരീഷിൻ്റെ കട്ടിലിൻ്റെ അരികിൽ തറയിൽ ഒരു നനഞ്ഞ കാൽപ്പാട് മെല്ലെ തെളിഞ്ഞു വന്നു. പിന്നെ മറ്റൊന്ന്. അത് കട്ടിലിന് നേരെ നടന്നു വരികയാണ്. മുറിയിലെ ഇരുട്ടിന് ഭാരമുണ്ടായിരുന്നു. ഹരീഷിന് ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. കട്ടിലിനരികിൽ വന്നു നിന്ന കാൽപ്പാടുകൾ അവിടെ അവസാനിക്കുന്നില്ല. കിടക്കയുടെ വശങ്ങളിലേക്ക് അത് അമരുന്നത് ഹരീഷ് അറിഞ്ഞു.
കിടക്കയുടെ സ്പ്രിങ്ങുകൾ ഞെരുങ്ങുന്ന ശബ്ദം. ആരോ മെല്ലെ കട്ടിലിൽ ഇരിക്കുകയാണ്. ഹരീഷ് അനങ്ങാൻ ശ്രമിച്ചില്ല. അനങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്ന ഭയം അയാളെ മരവിപ്പിച്ചിരുന്നു. മുറിയിലിപ്പോൾ കായലിൻ്റെ അഴുകിയ ചെളിയുടെ രൂക്ഷമായ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. ഒപ്പം ഒരു തണുപ്പും. AC-യുടെ തണുപ്പല്ല, മറിച്ച് ആഴമുള്ള വെള്ളത്തിനടിയിലെ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത തണുപ്പ്. ഹരീഷിൻ്റെ മുഖത്തിന് നേരെ ഒരു ശ്വാസം അനുഭവപ്പെട്ടു. ഈർപ്പമുള്ള തണുത്ത കാറ്റ്. എൻ്റെ അവ്യക്തമായ ശബ്ദം. വെള്ളത്തിനടിയിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ കുമിളകൾ പൊട്ടുന്ന ശബ്ദം. എൻ്റെ യാത്ര തീർന്നില്ല. ഹരീഷ് കണ്ണുകൾ തുറക്കാൻ നിർബന്ധിതനായി. ഇരുട്ടിൽ തൻ്റെ മുന്നിൽ ആ മുഖം. ബസ്സിൽ കണ്ട അതേ നിർവികാരമായ മുഖം. പക്ഷേ ഇപ്പോൾ അത് നനഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ കൃഷ്ണമണിയില്ല. പകരം അവിടെ കലങ്ങിയ വെള്ളം കെട്ടിക്കിടക്കുന്നു. ആ മനുഷ്യൻ്റെ വെളുത്ത ഷർട്ടിൽ നിന്ന് വെള്ളം ഹരീഷിൻ്റെ ദേഹത്തേക്ക് ഇറ്റു വീഴുന്നു. ആ രൂപം കൈ ഉയർത്തി. വിളറിയ ചുളിവുകൾ വീണ ആ കൈ ഹരീഷിൻ്റെ നെഞ്ചിലേക്ക് നീണ്ടു. ഹരീഷ് കുതറാൻ ശ്രമിച്ചു. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. ആ കൈ ഹരീഷിൻ്റെ നെഞ്ചിൽ സ്പർശിച്ചു. അതൊരു സ്പർശനമായിരുന്നില്ല, ഒരു തുളച്ചു കയറലായിരുന്നു. ഐസ് കട്ട വയ്ക്കുന്നത് പോലെ കൊടും തണുപ്പ് ഹരീഷിൻ്റെ നെഞ്ചിലൂടെ അരിച്ചിറങ്ങി. ഹൃദയത്തിലേക്ക് നേരിട്ട് ആ തണുപ്പ് പടർന്നു. ബോധം മറയുന്നതിനു മുമ്പ് ഹരീഷ് അവസാനമായി കേട്ടത് ദൂരെ നിന്ന് കേൾക്കുന്ന KSRTC ബസിൻ്റെ ഹോൺ മുഴക്കമായിരുന്നു. ഹരീഷേ, എഴുന്നേൽക്ക്. അമ്മയുടെ ശബ്ദം കേട്ടാണ് ഹരീഷ് കണ്ണു തുറക്കുന്നത്. മുറിയിൽ വെളിച്ചമുണ്ട്. ജനലുകൾ തുറന്നിട്ടിരിക്കുന്നു. പുറത്തു വെയിൽ. എന്തുറക്കമാടാ ഇത്? സമയം 10 നിനക്ക് നല്ല പനിയുണ്ട്. ദേഹം മുഴുവൻ ചുട്ടുപൊള്ളുന്നു. അമ്മ കയ്യിൽ വെച്ചിരുന്ന കാപ്പി മേശപ്പുറത്ത് വെച്ചു. ഹരീഷ് വേച്ച് എഴുന്നേറ്റു. തലയ്ക്ക് വല്ലാത്ത ഭാരം. അയാൾ സ്വന്തം നെഞ്ചിൽ തൊട്ടുനോക്കി. ഇന്നലെ രാത്രി ആ തണുത്ത കൈ തൊട്ട സ്ഥലം. അവിടെ വേദനയോ പാടുകളോ ഇല്ല. പക്ഷേ ആ തണുപ്പ് ഇപ്പോഴും ഉള്ളിൽ തങ്ങി നിൽക്കുന്നത് പോലെ. ഞാൻ എപ്പോഴാണ് ഉറങ്ങിയത്? ഹരീഷ് ചോദിച്ചു. അതാര് കണ്ടു? ഞാൻ വിളിച്ചപ്പോൾ നീ കതക് തുറക്കുന്നില്ല. പിന്നെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലെടുത്താണ് തുറന്നത്. ഹരീഷ് കട്ടിലിലേക്ക് നോക്കി. കിടക്കവിരി ഉണങ്ങിയിരിക്കുന്നു. തറയിൽ കാൽപ്പാടുകളില്ല. മുറിയിൽ ചെളിയുടെ മണമില്ല. പകരം അമ്മ കത്തിച്ച ചന്ദനത്തിരിയുടെ മണം മാത്രം. എല്ലാം സ്വപ്നമായിരുന്നോ? അതോ പനിയുടെ വിഭ്രാന്തി മൂലമുള്ള തോന്നലോ? അടുത്ത 2 ദിവസം ഹരീഷ് പനി പിടിച്ച് കിടപ്പിലായി. മരുന്നുകൾ കഴിച്ചിട്ടും ക്ഷീണം മാറിയില്ല. ഇടയ്ക്കിടെ ഉറക്കത്തിൽ അയാൾ ഞെട്ടിയുണർന്നു. ഓരോ തവണ ഉണരുമ്പോഴും അയാൾക്ക് ദാഹം തോന്നി. എത്ര വെള്ളം കുടിച്ചാലും മാറാത്ത ദാഹം. തിങ്കളാഴ്ച രാവിലെ ഹരീഷ് തീരുമാനിച്ചു, തിരികെ തിരുവനന്തപുരത്തേക്ക് പോകണം. ഈ വീട്ടിൽ, ഈ മുറിയിൽ നിൽക്കാൻ കഴിയില്ല. ഇവിടെ എവിടെ നോക്കിയാലും ആ മനുഷ്യൻ്റെ നിഴൽ കാണുന്നത് പോലെ. പനി മാറിയിട്ട് പോയാൽ പോരെ? അമ്മ ചോദിച്ചു. വേണ്ടമ്മേ, ഓഫീസിൽ അത്യാവശ്യമുണ്ട്. പക്ഷെ സത്യം അതല്ലായിരുന്നു. തിരുവനന്തപുരത്തെ ഹോസ്റ്റൽ മുറിയിലെ തിരക്കിനിടയിൽ, നഗരത്തിൻ്റെ ബഹളത്തിനിടയിൽ ഈ ഭയം മാറുമെന്ന് അയാൾക്ക് തോന്നി. ഇവിടെ ഈ നിശബ്ദത അയാളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഞായറാഴ്ച രാത്രിയിലെ ബസ് ഒഴിവാക്കാൻ ഹരീഷ് പ്രത്യേകം ശ്രദ്ധിച്ചു. പകരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പുറപ്പെടുന്ന സൂപ്പർ ഫാസ്റ്റിലാണ് അയാൾ കയറിയത്. പകൽ വെളിച്ചത്തിൽ യാത്ര ചെയ്താൽ പേടി കുറയുമെന്ന് അയാൾ കണക്കുകൂട്ടി. ബസ് നിറയെ ആളുകളുണ്ട്. വെയിൽ നല്ലവണ്ണമുള്ളതുകൊണ്ട് ജനലുകൾ പലതും അടച്ചിട്ടിരിക്കുന്നു. ഹരീഷ് ടിക്കറ്റ് എടുത്തു. സൈഡിലെ സീറ്റല്ല തിരഞ്ഞെടുത്തത്. മധ്യഭാഗത്തെ 3 പേർ ഇരിക്കാവുന്ന സീറ്റിൽ നടുക്ക്. ഇരുവശത്തും ആളുകൾ ഇരിക്കുന്നത് അയാൾക്ക് സുരക്ഷിതത്വം നൽകി. യാത്രയിലുടനീളം ഹരീഷ് ഉറങ്ങിയില്ല. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അയാൾ ശ്രദ്ധിച്ചു, ആരെങ്കിലും കയറുന്നുണ്ടോ? ആ വെളുത്ത ഷർട്ടിട്ട മനുഷ്യൻ. പക്ഷെ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചില്ല. ബസ് തൃശ്ശൂരും എറണാകുളവും പിന്നിട്ടു. ആലപ്പുഴ എത്താറായപ്പോൾ ഹരീഷിൻ്റെ നെഞ്ചിടിപ്പ് കൂടി. തോട്ടപ്പള്ളി സ്പിൽവേയുടെ പാലത്തിലൂടെ ബസ് പോകുമ്പോൾ അയാൾ അറിയാതെ കായലിലേക്ക് നോക്കി. വിശാലമായ കായൽ. ഉച്ചവെയിലിൽ വെള്ളം തിളങ്ങുന്നു. അവിടെ വെള്ളത്തിന് നടുവിൽ ഒരു പഴയ ബസ്സിൻ്റെ ടയർ പൊന്തിക്കിടക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. വീണ്ടും നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല, വെറും ഓളങ്ങൾ മാത്രം. വൈകുന്നേരം 6 മണിയോടെ ബസ് തമ്പാനൂരിലെത്തി. ഹരീഷ് ബസ്സിൽ നിന്നിറങ്ങി.
നഗരത്തിൻ്റെ തിരക്കും ചൂടും ബഹളവും അയാളെ സ്വാഗതം ചെയ്തു. അയാൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. കഴിഞ്ഞു. ആ പേടി സ്വപ്നം നാട്ടിൽ അവസാനിച്ചിരിക്കുന്നു. ഇത് തിരുവനന്തപുരമാണ്. ഇവിടെ ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. പ്രേതങ്ങൾക്കും. ഓട്ടോ പിടിച്ച് വഴുതക്കാടുള്ള തൻ്റെ ഹോസ്റ്റലിലെത്തുമ്പോൾ ഹരീഷ് ക്ഷീണിതനായിരുന്നു. എങ്കിലും മനസ്സിൽ സമാധാനമുണ്ടായിരുന്നു. റൂംമേറ്റ്സ് ആരും എത്തിയിട്ടില്ല. മുറി പൂട്ടിയിരിക്കുകയാണ്. ഹരീഷ് താക്കോലെടുത്ത് വാതിൽ തുറന്നു. മുറിയിലെ ഫാൻ ഇട്ടു. ബാഗ് കട്ടിലിൽ വെച്ചു. നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തുവിട്ട പലഹാരങ്ങളും തുണികളും എടുത്തു വയ്ക്കാൻ അയാൾ ബാഗ് തുറന്നു. ആദ്യം കയ്യിൽ തടഞ്ഞത് ലാപ്ടോപ്പ് ബാഗാണ്. അത് പുറത്തെടുത്തു. പിന്നെ തുണികൾ. ഹരീഷ് ഓരോന്നായി പുറത്തെടുത്തു. ഏറ്റവും അടിയിലായിരുന്നു അമ്മ കൊടുത്തുവിട്ട ഏത്തക്ക ഉപ്പേരിയുടെ പാക്കറ്റ്. അയാൾ ആ പാക്കറ്റ് എടുക്കാൻ കൈയിട്ടു. പെട്ടെന്ന് അയാൾ കൈ പിൻവലിച്ചു. ബാഗിൻ്റെ ഏറ്റവും അടിഭാഗം. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഹരീഷ് സ്തംഭിച്ചുപോയി. കുപ്പിവെള്ളം ലീക്കായതാണോ? അയാൾ ബാഗ് തല കീഴായി മറിച്ചു. അതിൽ നിന്നൊഴുകി വീണത് ശുദ്ധജലമായിരുന്നില്ല. കറുത്ത കൊഴുത്ത അഴുകിയ ഇലകളുടെ മണമുള്ള ചെളിവെള്ളം. അത് തറയിൽ വീണു പരന്നു. ഹരീഷ് ഭയത്തോടെ പിന്നോട്ട് മാറി. ആ വെള്ളത്തിൽ നിന്ന് നനഞ്ഞൊരു കടലാസ് കഷ്ണം ഒഴുകി നീങ്ങി. അതൊരു KSRTC ടിക്കറ്റായിരുന്നു. ഹരീഷ് അത് കുനിഞ്ഞെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അത് നിവർത്തി. ആലപ്പുഴ ടു തോട്ടപ്പള്ളി, സീറ്റ്സ് 1. പക്ഷെ ഇത്തവണ ടിക്കറ്റിൻ്റെ താഴെ ഒരു വരി കൂടി തെളിഞ്ഞു നിന്നിരുന്നു. സ്റ്റാറ്റസ് ജേണി നോട്ട് കംപ്ലീറ്റഡ്. ഹരീഷ് ആ ടിക്കറ്റ് ദൂരേക്ക് എറിഞ്ഞു. ഇല്ല, ഇത് സാധ്യമല്ല. താൻ ആ ബസ്സിൽ നിന്നിറങ്ങിയതാണ്. കിലോമീറ്ററുകൾ ദൂരെയാണ്. അയാൾ വേഗം ബാത്റൂമിലേക്ക് ഓടി. കൈകൾ കഴുകാൻ ടാപ്പ് തുറന്നു. ടാപ്പിലൂടെ വന്നത് വെള്ളമായിരുന്നില്ല, ചെളി. അയാൾ ഞെട്ടി ടാപ്പ് അടച്ചു. കണ്ണാടിയിൽ നോക്കി. കണ്ണാടിയിലെ പ്രതിബിംബം കണ്ട് ഹരീഷ് നിലവിളിച്ചു പോയി. കണ്ണാടിയിൽ കാണുന്നത് ഹരീഷിനെ തന്നെയാണ്. പക്ഷേ ഹരീഷ് ഇട്ടിരിക്കുന്ന ഷർട്ട്, അത് രാവിലെ ഇട്ട നീല ഷർട്ടല്ല. അതൊരു പഴയ മുഷിഞ്ഞ വെള്ള ഷർട്ടാണ്. അത് നനഞ്ഞ് ശരീരത്തോട് ഒട്ടിയിരിക്കുന്നു. കഴുത്തിൽ, തോളിൽ പായലുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഹരീഷ് സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. അവിടെ നീല ഷർട്ട് തന്നെയാണ്. പക്ഷേ കണ്ണാടിയിലെ ഹരീഷ് ചിരിക്കുന്നില്ല, കരയുന്നില്ല, നിർവികാരമായി നോക്കി നിൽക്കുന്നു. ആ കണ്ണുകളിൽ കൃഷ്ണമണിയില്ല, വെറും വെള്ള നിറം. ഹരീഷ് മുറിയിൽ നിന്നിറങ്ങി ഓടാൻ തുനിഞ്ഞു. വാതിൽക്കലേക്ക് ഓടി. വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഹോസ്റ്റലിൻ്റെ വരാന്തയല്ല, അതൊരു ബസ്സിൻ്റെ ഉൾവശമായിരുന്നു. KSRTC സൂപ്പർഫാസ്റ്റിൻ്റെ നീളൻ ഇടനാഴി. ഇരുവശത്തും സീറ്റുകളിൽ ആളുകൾ ഉറങ്ങുന്നു. മങ്ങിയ നീല വെളിച്ചം. ഹരീഷ് തിരിഞ്ഞു നോക്കി. തൻ്റെ ഹോസ്റ്റൽ മുറി അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം അവിടെ ബസ്സിൻ്റെ പിൻസീറ്റാണ്. ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനലുകൾക്ക് പുറത്ത് കൂരിരുട്ട്. അയാൾ മുന്നോട്ട് വേച്ചു നടന്നു. നിർത്തൂ, വണ്ടി നിർത്തൂ. അയാൾ അലറി വിളിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. വെള്ളത്തിനടിയിൽ നിന്നെന്ന പോലെ വായ അനങ്ങുന്നുണ്ടെന്ന് മാത്രം. യാത്രക്കാർ ആരും ഉണരുന്നില്ല. ഹരീഷ് ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് ഓടി. ചേട്ടാ, വണ്ടി നിർത്ത്. അയാൾ ഡ്രൈവറുടെ തോളിൽ പിടിച്ചു. ഡ്രൈവർ തിരിഞ്ഞു നോക്കി. അത് ഹരീഷ് തന്നെയായിരുന്നു. വെള്ള ഷർട്ടിട്ട കണ്ണുകളില്ലാത്ത ഹരീഷ്. ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആ രൂപം ചോദിച്ചു, എറണാകുളത്തിറങ്ങേണ്ടതല്ലേ? സീറ്റ് മാറിയിരുന്നാൽ എങ്ങനെയാ ശരിയാവുക? ഹരീഷ് പിന്നോട്ട് മാറി. കാലുകൾ കുഴഞ്ഞു. അയാൾ 8-ാം നമ്പർ സീറ്റിനടുത്തേക്ക് വീണു. ആ സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതൊരു ക്ഷണമായിരുന്നു. ഹരീഷ് അറിഞ്ഞു, താനിനി തിരിച്ചു പോകില്ല. ആലപ്പുഴയിലെ ആ രാത്രിയിൽ ആ മനുഷ്യൻ ബസ്സിൽ കയറിയപ്പോൾ മുതൽ ഹരീഷിൻ്റെ യാത്ര അവസാനിച്ചിരുന്നു. അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും ബസ്സിൽ കയറിയിരുന്നില്ല. ഹരീഷ് മാത്രമായിരുന്നു ആ ബസ്സിലെ യഥാർത്ഥ യാത്രക്കാരൻ. ബാക്കിയെല്ലാം. ഹരീഷ് മെല്ലെ എഴുന്നേറ്റ് 8-ാം നമ്പർ സീറ്റിലിരുന്നു. സീറ്റിന് വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു. അയാൾ മടിയിൽ വെച്ചിരുന്ന ബാഗിൽ നിന്ന് വെള്ളം കിനിഞ്ഞിറങ്ങി. അയാൾ തല ജനൽ ഗ്ലാസ്സിലേക്ക് ചായ്ച്ചു. പുറത്ത് അനന്തമായ കായൽപ്പരപ്പ് മാത്രം. ബസ് മുന്നോട്ട് കുതിച്ചു. ഇറങ്ങാൻ ഒരിടമില്ലാതെ, നിർത്താനൊരു സ്റ്റോപ്പില്ലാതെ ആ രാത്രി വണ്ടി ഇരുട്ടിലൂടെ അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു.